സഹോദരൻ അയ്യപ്പനാണ് മിശ്ര ഭോജനം സംഘടിപ്പിച്ചത് എന്നുള്ള കാര്യം ഓർക്കുക. അതായത് പല സമുദായങ്ങളിൽപ്പെട്ട പല ജാതികളിൽപ്പെട്ട ജനങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കത്തക്ക രീതിയിൽ ഇന്റർ ഡൈനിങ്ങിന് വേണ്ടി ഒരു മിശ്രഭോജനം സംഘടിപ്പിച്ച നമ്മുടെ പ്രധാനപ്പെട്ട നേതാവാണ് സഹോദരൻ അയ്യപ്പൻ എന്നുള്ള കാര്യം ഓർക്കുക. 1917 മെയ് 29 അദ്ദേഹം നമ്മുടെ മിശ്രഭോജനം സംഘടിപ്പിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. 1917 മെയ് 29 എറണാകുളത്ത് ചെറായിലാണ് അദ്ദേഹം മിശ്രഭോജനം സംഘടിപ്പിച്ചത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ഓർത്തു വെച്ചേരെ. ആൻഡ് സഹോദരൻ അയ്യപ്പൻ ഇങ്ങനൊരു മിശ്രഭോജനവുമായിട്ട് വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലല്ല. ഈ ഒരു കാലഘട്ടത്തിൽ അതിന്റെ ആവശ്യമില്ല. അപ്പൊ അദ്ദേഹം ആ ഒരു മിശ്രഭോജനം എന്ന് പറയുന്ന ഐഡിയ ആയിട്ട് അല്ലെങ്കിൽ മിശ്രഭോജനം എന്നുള്ള ഒരു പ്രോഗ്രാമുമായിട്ട് വരുന്നത് ഈ ജാതി വ്യവസ്ഥകളൊക്കെ തന്നെ അതിന്റെ ഒരു പീക്ക് നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് കടുത്ത വിമർശനങ്ങൾ, കടുത്ത എതിർപ്പുകൾ സമൂഹത്തിന്റെ പല കോണിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തേരും. അപ്പൊ ഈ സഹോദരൻ അയ്യപ്പൻ നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. സഹോദരൻ അയ്യപ്പനാണ് 1919 സഹോദരൻ എന്ന പത്രം സ്ഥാപിച്ചത് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. സഹോദരൻ എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ച വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചേരെ. സഹോദരൻ അയ്യപ്പൻ തന്നെയാണ് യുക്തിവാദി എന്ന് പറയുന്ന മാസിക സ്ഥാപിച്ചതും എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളോടൊക്കെ തന്നെ വളരെയധികം ആദരവും ബഹുമാനം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സോ സഹോദരൻ, യുക്തിവാദി തുടങ്ങിയിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് വായിക്കണമെന്നുള്ള കാര്യമൊന്ന് ഓർമ്മിപ്പിക്കുന്നു.